Good morning children. Life in the Southern Plateau ആണ് നമ്മൾ ലെസൺ 4 ൽ പഠിക്കുകയാണ്. സദേൺ പ്ലാറ്റിയിലുള്ള ജീവിതങ്ങൾ എങ്ങനെയാണെന്ന്. സൗത്ത് പറഞ്ഞാൽ നമുക്ക് 4 ഡയറക്ഷൻ ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? അന്നാണ് സൂര്യൻ ഉദിക്കുന്ന ഭാഗം ഈസ്റ്റ് ആണ്, അസ്തമിക്കുന്നത് വെസ്റ്റ് ആണ്. നമ്മളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുകൾ ഭാഗം നോർത്ത് ആണ്, താഴ്ഭാഗം എന്താണ് സൗത്ത് ആണ്. അതാണ് 4 ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഈ സദേൺ പ്ലാറ്റ്യൂല് നമ്മൾ ഓരോ ഓരോ സ്റ്റേറ്റ്സിനെ കുറിച്ചും പഠിക്കുകയാണ്. അപ്പൊ അവിടെ കവർ ചെയ്തിട്ടുള്ള പ്രധാന സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. The plateau lying to the south of river Narmada cover parts of Maharashtra, Madhya Pradesh, Karnataka, Tamil Nadu and Andhra Pradesh. അപ്പൊ ഇത്രയും സ്റ്റേറ്റ്സുകളാണ് സദേൺ പ്ലാറ്റ്യൂല് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറയാം മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര പറഞ്ഞാൽ എവിടെയാണ് നോക്കാം. ദിസ് ഈസ് എക്സ്ട്രീംലി ഫെർട്ടൈൽ റീജിയൻ വിത്ത് റിവേഴ്സ് ഗോദാവരി ആൻഡ് കൃഷ്ണ ഫ്ലോയിങ് ത്രൂ ദ സ്റ്റേറ്റ്. എന്താണെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര എന്നുള്ളത് ഫെർട്ടൈൽ റീജിയൻ ആണ്. ഫെർട്ടൈൽ റീജിയൻ പറഞ്ഞാൽ എന്താണ്? നല്ല ഫലപുഷ്ടിയായത്, എന്ത് വെച്ചാലും നല്ലപോലെ വളരുന്ന സ്ഥലം. അതിനെയാണ് നല്ല മണ്ണായിട്ടുള്ള ഫലപുഷ്ടിയായിട്ടുള്ള മണ്ണുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. എന്തുകൊണ്ടാണ് ഫലപുഷ്ടിയാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിലൂടെ ഗോദാവരിയും കൃഷ്ണയും 2 നദികൾ അതിലൂടെ ഒഴുകുന്നുണ്ട്. ക്രോപ്സ് സച്ച് ആസ് കോട്ടൺ, ഷുഗർകെയിൻ, വീറ്റ്, റൈസ്, ജോവർ, ബജ്ര, ഗ്രൗണ്ട്നട്ട് എക്സെട്ര ആർ ഗ്രോൺ. അതിന് അവിടെ ഒരുപാട് ക്രോപ്സുകൾ, ഒരുപാട് വിളകൾ അവിടെ കൃഷി ചെയ്യാറുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കോട്ടൺ, ഷുഗർകെയിൻ, വീറ്റ്, റൈസ്, ജോവർ, ബജ്ര, ഗ്രൗണ്ട്നട്ട്. അപ്പൊ are grown here. Farming is the chief occupation of people here. Farming means കൃഷി. കൃഷിയാണ് അവരുടെ പ്രധാന തൊഴിൽ. And they also grow fruits like oranges, grapes, mangoes and bananas. Alphonsa mango of Maharashtra is famous. ഇനി അവിടെ ഒരുപാട് ഫ്രൂട്ട്സുകൾ അവര് വിളയിക്കാറുണ്ട്. അതായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഓറഞ്ചസ്, ഗ്രേപ്സ്, മാംഗോ, ബനാന. പിന്നെ മാംഗോസിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മാംഗോ ആണ് അൽഫോൺസ മാംഗോ ഓഫ് മഹാരാഷ്ട്ര ഈസ് ഫേമസ്. അപ്പൊ ഇത്രയാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഇനി അവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഗണേശ് ചതുർത്ഥി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ. ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഗണേശ് ചതുർത്ഥി. ഗണേശ് ചതുർത്ഥി പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഗണപതിനെ പൂജിക്കുന്ന ആ ഉത്സവം അല്ലേ? ഇവിടെ എല്ലാവരും ആഘോഷിക്കാറുണ്ടല്ലോ. മുംബൈ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി. മഹാരാഷ്ട്രയുടെ തലസ്ഥാനമാണ് മുംബൈ. ഇനി വി ഹാവ് സീൻ ലാസ്റ്റ് ഇയർ ദാറ്റ് മുംബൈ ഹാസ് many historical monuments, beaches, etc. that attract tourists. Like the Gateway of India. നമ്മൾ കഴിഞ്ഞ 2nd സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് മുംബൈനെ കുറിച്ചിട്ട്, അവിടെയുള്ള ബീച്ചുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്? മോണുമെന്റ്സ് ഉണ്ട് അല്ലെ? ഒരുപാട് സ്മാരകങ്ങളുണ്ട് അവിടെ. പിന്നെ എന്താണ് അവിടെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് മുംബൈയിലുള്ളത്. പിന്നെ അജന്ത ആൻഡ് എലോറ കേവ്സ് ഉണ്ട്, ഒരുപാട് ഗുഹകൾ. ആ ഗുഹന്റെ പേര്, പ്രധാനപ്പെട്ട ഗുഹയുടെ പേരാണ് അജന്ത ആൻഡ് എലോറ കേവ്. പിന്നെ ജൂഹു ബീച്ച് ഉണ്ട്, മഹാരാഷ്ട്ര ബോംബെയിലുള്ളതാണ് ബീച്ച്, ജൂഹു ബീച്ച് എക്സെട്ര. മഹാബലേശ്വർ ഈസ് എ ഹിൽ സ്റ്റേഷൻ ഇൻ മഹാരാഷ്ട്ര. മഹാബലേശ്വർ ഈസ് ദ ഹിൽ സ്റ്റേഷൻ ഇൻ മഹാരാഷ്ട്ര. ഹിൽ സ്റ്റേഷൻ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ കുന്നുകളുടെയൊക്കെ നല്ല ഒരു ഹിൽ സ്റ്റേഷനാണ് എന്താണ് മഹാബലേശ്വർ. അതും മഹാരാഷ്ട്രയിലാണുള്ളത്. പൂനെ, ഷോലാപൂർ, ഔറംഗാബാദ് എക്സെട്ര ബിഗ് സിറ്റി. അവിടെ പ്രധാനപ്പെട്ട സിറ്റീസ്, പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പൂനെ, ഷോലാപൂർ, ഔറംഗാബാദ് എക്സെട്ര ആർ ബിഗ് സിറ്റീസ്. വുമൺ വിയർ സാരി ഇൻ പെർട്ടിക്കുലർ വേ. ഇനി അവിടത്തെയുള്ള വസ്ത്രധാരണം എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ സാരി ഒരു പെർട്ടിക്കുലർ വേയില് ഉടുക്കുന്നു എന്നാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സാധാരണ രീതിയിൽ ഉടുക്കുന്ന രീതിയിലല്ല, അവർ ഒരു പ്രത്യേക രീതിയിലാണ് സാരി ഉടുക്കുന്നത്. മെൻ വിയർ ധോത്തി, കൂത്ത ആൻഡ് ടർബൻ. അപ്പോ അവിടെയുള്ള പുരുഷന്മാർ എന്ത് ചെയ്യുന്നു? ധോത്തിയും കുർത്തയുമാണ് ഇടുന്നത്. തലയിൽ ഒരു ടർബനും കെട്ടും. മനസ്സിലായോ?
മറാത്തി ആൻഡ് ഹിന്ദി ആർ സ്പോക്കൺ ബൈ ദ പീപ്പിൾ. ഇനി അവിടെ സംസാരിക്കുന്ന ഭാഷയാണെങ്കിലോ മറാത്തി ആൻഡ് ഹിന്ദി. മറാത്തിയും ഹിന്ദിയാണ് അവിടെ സംസാരിക്കുന്ന ഭാഷ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എന്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, മഹാരാഷ്ട്രയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.